രഞ്ജിത്തെ, ദളപതി വിജയ് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സ്റ്റാർ തന്നെയാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ വിജയുടെ തമിഴ്നാട്ടിലേക്കുള്ള ഒരു രാഷ്ട്രീയ രംഗപ്രവേശമൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെയധികം ഫാൻ ബേസുകൾ തന്നെ, അല്ലെങ്കിൽ ഫാനുകൾ, ഇദ്ദേഹത്തിന്റെ ആരാധകർ തന്നെയായിരുന്നു ഒഴുകിയെത്തിയിട്ടുണ്ടായിരുന്നത്. വിജയെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഈ റോഡ് സൈഡിലൊക്കെ കാത്തു നിൽക്കുന്നതിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിജയുടെ ഡിവോഴ്സും അതേപോലെ തന്നെ ഇന്ന് അദ്ദേഹം തഞ്ചാവൂരിലൊരു പ്രസംഗം, അല്ലെങ്കിൽ അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, TVKയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വിജയ് വരുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും റോഡിൽ ആൾക്കാർ ഉള്ളതുപോലെ വിജയെ ഫോളോ ചെയ്യുന്നതും കൂടുതലാണ്. അത്തരത്തിൽ ഫോളോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് പറ്റുന്നു, അതേപോലെ മരണം സംഭവിക്കുന്നു. അപ്പോൾ വിജയെ സംബന്ധിച്ച് തൻ്റെ ഈ പറയുന്ന സിനിമയിലെ ആ പറയുന്ന ഹീറോയിസം ഒന്നും ജീവിതത്തിലില്ലേ? വെറും ഒരു പാഴ്വാക്കുകളാണോ വിജയുടേത്? അല്ല, ഈ ആക്സിഡന്റ് സംഭവിച്ചതും വിജയുടെ ഹീറോയിസോടും എന്താ ബന്ധം മനസ്സിലാവണില്ല. വിജയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരാൾ അങ്ങനെ ഫോളോ ചെയ്ത് വന്ന് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, വിജയ് ദൈവമൊന്നും അല്ലല്ലോ. അയാൾ വന്നു, അയാൾക്ക് പുറകെ ഒരാൾ ഫോളോ ചെയ്ത് വരുന്നു. ആ വരുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വിജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയ് നമുക്ക് എന്ത് പറയാൻ പറ്റും? തീർച്ചയായും വിജയുടെ ഇതിന് മുമ്പ് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു മീറ്റിംഗിന്റെ ഇടയിൽ ഒരാള് ഒരു ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറുന്ന ഒരു, അതെ, അത് വളരെ ട്രെൻഡിങ് ആയിരുന്നു. നീ കീഴിറങ്ങിയാൽ മാത്രം ഞാൻ മുത്തം തരും. ഇത് വളരെ ട്രെൻഡിങ് ആയ ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ തമിഴ്നാടിന്റെ മാത്രം ഒരു പ്രശ്നമാണോ ഇത്? ഈ ആരാധകർ അന്ധമായ ഒരു ആരാധനയുള്ള രീതി എന്ന് പറയുന്നത്. അന്ധമായ ആരാധന തമിഴ്നാട് അങ്ങനെ സ്റ്റേറ്റ് വെച്ചൊന്നും പറയണ്ട. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ കുറച്ച് കൂടുതലാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. കേരളത്തെ അപേക്ഷിച്ച് ആരാധന പ്രീതി എന്ന് പറയുന്നത് കൂടുതലാണ്, കുറച്ച് കൂടുതലാണ്. അപ്പൊ അവരെ ആരാധിക്കുന്ന ഒരു താരത്തെ നേരിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സൈറ്റ്മെന്റും കാര്യങ്ങളും അവരെ ഏത് രീതിയിൽ പ്രകടിപ്പിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഓരോ ആൾക്ക് ഇവിടെ ഇപ്പം അവരുടെ പ്രിയ താരങ്ങൾ ആരെങ്കിലൊക്കെ മരിക്കുകയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിനിമ റിലീസ് ചെയ്യാൻ വൈകി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. അതിന് വിജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും വിജയെ സംബന്ധിച്ച് കഴിഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നത്. ഒന്ന് വിജയുടെ ഡിവോഴ്സ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിന്റെ ആണെങ്കിലും ഇനിയിപ്പോ ഈ ഏത് നടന്മാരുടെ ആണെങ്കിലും വ്യക്തി ജീവിതങ്ങളിലേക്ക് എന്താണ് അവരുടെ വ്യക്തി ജീവിതം, പേഴ്സണൽ ലൈഫ് എന്നറിയാൻ പലപ്പോഴും ആരാധകർക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അതേപോലെ ഐഡിയൽ കപ്പിൾ ഗോൾസ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടേതായിട്ടുള്ള അത്തരം ആരാധക അല്ലെങ്കിൽ അങ്ങനെ ഫാൻ ബേസ് ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആ ഇടയിലാണ് വിജയുടെ കുടുംബ ബന്ധത്തിലെ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഭാര്യ സംഗീത അംഗീകരിക്കുന്നത്. ഭാര്യ സംഗീതം എന്ന് പറയുകയാണ്, ഞങ്ങൾ ഡിവോഴ്സ്, അല്ലെങ്കിൽ എനിക്ക് ഡിവോഴ്സ് പെറ്റീഷൻ, ഞാൻ ഡിവോഴ്സ് കൊടുക്കുക, എനിക്ക് ഡിവോഴ്സ് ആവശ്യപ്പെടുകയാണ് ഞാൻ. അതിന് പ്രധാനമായിട്ട് ഒന്നിലധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത ഒരു കാരണം കൊണ്ട് പിരിയുന്ന ഒരുപാട് നടന്മാരുണ്ട്. അതിനകത്തിൽ കോടതിയിലേക്ക് ഈ പെറ്റീഷനായിട്ട് പോവും, അവർ പിരിയുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ വിജയുടെ ഒരു കാര്യത്തിലാണെങ്കിൽ അവിഹിതം അല്ലെങ്കിൽ മറ്റൊരു നടിയുമായി ബന്ധമുണ്ട് എന്നൊരു പ്രധാന കാരണമായി സംഗീത പറയുന്നു. അതേപോലെ തന്നെ കുറേ കാലങ്ങളായി താൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇവർ തമ്മിൽ പിരിഞ്ഞാണ് താമസിക്കുന്നത്. അതേപോലെ തന്നെ മക്കളോട് ഇടയ്ക്ക് വരുന്ന റിപ്പോർട്ടുകളാണ് മക്കളോട് പോലും, അല്ലെങ്കിൽ മക്കളും തന്നോടൊപ്പം എന്ന രീതിയിലാണ് സംഗീതയുടെ ആ ഒരു പെറ്റീഷനകത്ത് പറയുന്നത്. നടിയുടെ പേര് താനിപ്പോൾ പറയുന്നില്ല, പക്ഷേ കോടതിയിൽ വരുന്ന സമയത്ത് പറയുന്നുള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇന്ന് തഞ്ചാവൂരിൽ വിജയ് തൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ വിജയ് കുത്തി സംസാരിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, നമ്മൾ ജയിക്കാൻ പോവുകയാണ് എന്നൊരു കാര്യം വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മളെ തകർക്കാൻ നോക്കുന്നൊരു രീതി. വിജയ് പറയുകയാണ്, എന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഞാൻ തകരില്ല. എന്നോടൊപ്പം എൻ്റെ ജനങ്ങളുണ്ട്. ഞാനിവിടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഞാനിവിടെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് കുറേയധികം ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. താൻ തമിഴ്നാട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് ഈ പ്രകടന പട്ടികയൊക്കെ പോലെ താൻ തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സ്റ്റാലിൻ ഗവൺമെന്റിനെ കുറ്റം പറയുന്നുണ്ട്. അതേ രീതിയിൽ ഇത് കൃത്യമായി ഇത് ഉപയോഗിക്കുകയാണ്. ശരിക്കും ഈ വ്യക്തി ജീവിതവും രാഷ്ട്രീയവും തമ്മിൽ ബന്ധമുണ്ടോ? ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ സംഗീത ഡിവോഴ്സ് നൽകിയതും വിജയ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? നമുക്ക് ഒരാളുടെയും വ്യക്തി ജീവിതം എടുത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും അയാൾക്കിപ്പോ വിജയ്ക്ക് വിജയുടെ ഒരു വ്യക്തി ജീവിതം കാണും. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി ജീവിതങ്ങളുണ്ട്. അതെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല.
ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തുള്ള ആളെന്ന നിലയ്ക്ക് വിജയ്ക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാലേ പറ്റൂ. കാരണം വിജയ്ക്ക് പുറകിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവരുടെ നേതാവാണ് വിജയ്. അപ്പോൾ വിജയ്ക്ക് ഒരു തരത്തിൽ ഇങ്ങനെയുള്ള ഓരോ അപവാദങ്ങളോ കാര്യങ്ങളൊക്കെ, അപവാദങ്ങളെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അങ്ങനെ വരുമ്പോഴത്തേക്കും തകർന്നു പോകാൻ കഴിയും. വിജയ് അപ്പോൾ എങ്ങനെ ഒരു സ്റ്റാൻഡാണ് എടുക്കേണ്ടത്? അല്ല, ഇതിനകത്തില് പൊതുവെ ഈ സംഗീതയ്ക്ക് മുൻപ് ഒരുപാട് പേര് വിജയെ പറ്റി, അതിൽ കൂടുതലായിട്ടും വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഗോസിപ്പുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഒരു BJP നേതാവ് തന്നെ പറയുന്നുണ്ടായിരുന്നു, തൃഷയെ വിട്ട് താൻ ആദ്യം പുറത്തേക്ക് വരിക. അതിനെതിരെ തൃഷ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അയാൾ പൊതുവെ വന്ന് പൊതുമധ്യത്തിൽ മാപ്പ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം സ്വന്തം ഭാര്യ തന്നെ വന്ന് പറയുകയാണ്. ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്, കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഹാഷ്ടാഗ് ആയിരുന്നു ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്നത്. സംഗീത തന്റെ ഡിവോഴ്സ് പെറ്റീഷനിലും കൊടുത്തിട്ടുള്ള കാര്യം അതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ നടി നിരന്തരമായി തന്റെ ഭർത്താവുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവെക്കുന്നു. അതുമൂലം തനിക്കും തന്റെ കുടുംബത്തിനും അത് അപമാനം ഉണ്ടാക്കുന്ന രീതിയാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നോട് കുടുംബാംഗങ്ങളാണെങ്കിലും എല്ലാവരും ഇത് സംബന്ധിച്ച് ചോദിക്കുന്നത് കൊണ്ട് തനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടി സംഗീത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹം ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സമയമാണ് അത്. വിജയുടെ ഒരുപാട് കുറേ വർഷങ്ങളിലെ കഷ്ടപ്പാടായിരിക്കും. കുറേ വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച് കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ആളുകൂടിയാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളെ തിരിച്ചടിക്കാൻ വേറെ ഒന്നും കൊണ്ടും സാധിക്കുന്നില്ല. വേറെ എന്തൊക്കെ കാര്യങ്ങൾ, കരൂർ ദുരന്തം ഉണ്ടായ സമയത്ത് അത് വിജയുടെ തലയിൽ കെട്ടി വെക്കാൻ നോക്കി. അതേപോലെ ആരാധകരില്ലെങ്കിൽ വിജയ് തോറ്റുപോകും, ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തന്നെ തകർക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് പുതിയ ആയുധങ്ങളായിട്ട് വരികയാണെന്നാണ് വിജയ് ഇതിനോട് പ്രതികരിക്കുന്നത്. പ്രത്യക്ഷമായി തന്റെ ഡിവോഴ്സിനെ പറ്റിയാണെന്ന് വിജയ് പറയുന്നില്ല, പക്ഷെ ഇന്ന് ഈ പറയുന്ന മീറ്റിംഗിൽ വിജയ് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വിജയുടെ ഒരു ഫാൻ ബേസിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം വിജയ് എന്ന നടനേക്കാളും ഓഫ് സ്ക്രീനിലുള്ള വിജയാണ് പല ആരാധകരും ഇഷ്ടപ്പെട്ടിരുന്നത്. വിജയുടെ ഒരു സ്വഭാവം, സംസാര ശൈലി, അയാളുടെ വ്യക്തി ജീവിതം, അധികം സംസാരിക്കാത്തൊരു രീതി, ഇതൊക്കെയായിരുന്നു ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ വിജയെ പറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് ആരാധകർക്കിടയിൽ മോശമായിട്ടുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നുള്ളത്, ആ ഒരു പ്രതിച്ഛായയിലൂടെ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ കുറയ്ക്കാം. ആ ഒരു പ്ലാനിങ്, എനിക്ക് ആ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണെന്ന് തോന്നുന്നു ഇതിലൂടെ നടക്കുന്നത്. സാധാരണ ഒന്ന് ആലോചിച്ചു, സാധാരണ ഈ സിനിമാ മേഖലയിൽ ഇത്തരം നോൺ മാരിറ്റൽ അഫയേഴ്സ് ഇല്ലാത്ത എത്ര പേരുണ്ടാവും? തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിലുണ്ട്. ഇവിടെ ഇപ്പൊ നോർമൽ പീപ്പിൾസിന് അവർക്ക് തന്നെ ഇല്ലാത്ത എന്താ ഉള്ളത്? ഇപ്പൊ ഇത് നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ? ഇത് ഒരുപാടിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ വിജയുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണെങ്കിൽ ഓക്കെ, വിജയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നതാണെങ്കിൽ ഓക്കെ, നമുക്കതിൽ ആശയപരമായിട്ട് തന്നെ നേരിടാം. പക്ഷെ ഇതേപോലെ വ്യക്തി ജീവിതങ്ങൾ ചൂഴ്ന്ന് കണ്ട് അത് രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നതിന് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയുന്നതിനോട് താല്പര്യമില്ലേ? ഒരുപാട് പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടുപേരും ഇപ്പൊ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് അനുഭവിക്കുന്നുണ്ട്. അതേപോലെ പക്ഷെ വിജയ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ 2 ദിവസത്തിന് ശേഷം ഈ മീറ്റിംഗ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ വിജയ് ഇത്ര ശക്തമായി വരുമെന്നോ അല്ലെങ്കിൽ കൃത്യമായി ഇത്ര രാഷ്ട്രീയങ്ങൾ പറയുമെന്നോ ഒന്നും നമ്മൾ വിചാരിച്ചില്ല. ശക്തമായാലേ പറ്റൂ. വിജയ് എന്ന നടൻ ഉപരി വിജയ് എന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ശക്തമായി അവിടെ നിന്നാലേ. അത് തന്നെയായിരുന്നു ശരിക്കും വിജയ് എന്ന് പറയുന്നതും. ഞാൻ എന്ന് പറയുന്ന ആള് പുള്ളി അദ്ദേഹം തന്റെ ഈ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്നും പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകൾ തന്നെയാണ്, എനിക്ക് ശക്തമാവാതിരിക്കാൻ പറ്റില്ല, എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരിടത്ത് പോലും തന്റെ വ്യക്തിപരമായ ജീവിതത്തെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റാൻ ഇവിടെ ഏത് രാഷ്ട്രീയ കുതന്ത്രങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും എന്റെ ആശയങ്ങൾ ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. ഞാൻ അവർക്കെതിരെ പോരാടുക തന്നെ ചെയ്യും. ഞാൻ ഈ അടുത്ത രാഷ്ട്രീയ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ താൻ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതികളെ പറ്റിയിട്ടും വിജയ് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഗില്ലിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഗില്ലി സിനിമ ചിലപ്പോൾ അത് ഇനി ട്രോൾ ആവാൻ ചാൻസ് ഉണ്ട്. ഗില്ലിയിൽ ഇവർ ഒരുമിച്ചാണല്ലോ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയ മറ്റൊരു പേരാണ് TVK എന്ന് പറയുന്നത്. തമിഴ് വെട്രി കടകം എന്ന് പേരിന്റെ അപ്പുറത്തേക്കും തൃഷ വിജയ്, ആ രീതിയിൽ ആണ് തൃഷ വിജയ് കൃഷ്ണൻ ആ രീതിയിലാണ് ഈ ട്രോളുകളും വാങ്ങുന്നത്. പക്ഷെ ഇതിനോടൊക്കെ വളരെ ധീരമായിട്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും പ്രതികരിക്കാതെ കുടുംബജീവിതത്തെ അതിന്റെ വഴിക്ക് വിട്ട് താൻ രാഷ്ട്രീയം മാത്രം പറയുക. തന്റെ പ്രശ്നങ്ങളെ ഒന്നും വിജയ് അവിടെ പറയുന്നില്ല.
ഒരു വാക്ക് പോലും തനിക്ക് എതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ വ്യക്തി ജീവിതങ്ങളോ ഒന്നും പുറത്തേക്ക് വന്ന് പറയുന്നില്ല. പക്ഷെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുന്നുമുണ്ട്. അതാണ് വിജയ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സൈബർ ബുള്ളിങ് ആയിരിക്കും വിജയ് കാത്തിരിക്കുന്നത്.